കൂത്താട്ടുകുളം തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കൗൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസിൽ കസ്റ്റഡിയിലായ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. ഇന്ന് വൈകിട്ട് കൂത്താട്ടുകുളത്ത് CPIM വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഈ തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി? കസ്റ്റഡിയിലാരുടെ വിവരങ്ങളിലൊപ്പം ഈ വിശദീകരണ യോഗത്തിൽ CPM പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? അരുണ്യ, 4 പേരാണ് തട്ടിക്കൊണ്ടുപോകൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. അത് ഒരു ബ്രാഞ്ച് സെക്രട്ടറി അരുൺ പി മോഹൻ, ഒപ്പം തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ ടോണി ജോസഫ് അടക്കമുള്ള 4 പേർ പിടിയിലായിട്ടുണ്ട്. ഇവരുടെ കസ്റ്റഡിയിലാണ് നിലവിലുള്ളത്. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നതും. ഇതിൽ തന്നെ കലാരാജു എന്ന് പറയുന്ന കൗൺസിലർ പറയുന്നത് തന്നെ ബോധപൂർവം ഇവിടെ തട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എത്തിയതാണ്. മാത്രമല്ല തന്റെ വസ്ത്രം വലിച്ചു കീറി, പുരുഷന്മാരടങ്ങുന്ന സംഘമാണ് വസ്ത്രം വലിച്ചു ഒരു സ്ത്രീയോട് ഇത്തരത്തിൽ പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് കലാരാജുവിന്റെ ആക്ഷേപം. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുകയും 40ഓളം പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏരിയ സെക്രട്ടറി PV രതീഷ് അടക്കമുള്ള ആളുകൾ ഈ കേസിൽ പ്രതികളാണ്. അതേസമയം CPM നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: UDF കലാരാജുവിനെ അവർ ദത്തെടുത്തിരിക്കുന്നു. കലാരാജുവിന്റെ സാമ്പത്തിക ബാധ്യതകളെല്ലാം തന്നെ UDF തീർത്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കലാരാജു കാലുമാറുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാവുന്നതാണ്, 25 സീറ്റുകളാണ് ആകെയുള്ളത്. അതിൽ തന്നെ 13 പേർ ഇടതുപക്ഷത്തെ LDFിനോടൊപ്പം നിൽക്കുന്നു, 11 പേർ UDFിലും, ഒരാൾ സ്വതന്ത്രനുമാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അവിശ്വാസ പ്രമേയം വന്നു കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷത്തെ ഒരാൾ ഇപ്പുറത്തേക്ക് മാറിയാൽ ആ ഭരണം നഷ്ടമാകും. ഇത് തിരിച്ചറിയാവുന്ന ആളുകൾ തന്നെയാണ് UDFിലും ഇടതുമുന്നണിയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നാടകം നടന്നാൽ അത് ഒരു രാഷ്ട്രീയ നാടകമായി തന്നെ ഇതിനെ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത് വലിയ ഒരു വഴിത്തിരിവിലേക്ക് ഈ രാഷ്ട്രീയ നാടകം വഴിമാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതും. കലാരാജുവിൻ്റെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവരെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അവിടെ CPM നൽകുന്ന വിശദീകരണം അവർ സ്വമേധയാ വന്നതാണ്, സ്വന്തം മനസ്സോടുകൂടി എത്തിയതാണ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എന്ന് പറയുമ്പോഴും കലാരാജു ആരോപിക്കുന്നത് തന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു സംഘം ചേർന്ന് പിടിച്ച് കാറിൽ ബലമായി കയറ്റുകയും തന്നെ വലിച്ചിഴച്ച് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതുമാണ്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവരൊരു രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതാണ്. CPM ഇത്രയും കാലം കൂത്താട്ടുകുളത്ത് വലിയ ശക്തമായി നിന്നിരുന്ന ഒരു സംഘടനയാണ്. ഇടതുമുന്നണി ശക്തമായി തന്നെയായിരുന്നു ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് UDF ഇടതുമുന്നണിയിലെ ഒരു കൗൺസിലർ കലാരാജുവിനെ അടക്കം തങ്ങളുടെ ഭാഗത്തേക്ക് ഇത്തരത്തിലൊരു നാടകം. അതാണ് കൂത്താട്ടുകുളം കേസുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ്. കസ്റ്റഡിയിലായിരിക്കുന്ന CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും. വിശദീകരണ യോഗവും CPM സംഘടിപ്പിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം. കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.